സർ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലേക്ക് പോയി. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട്. അവിടേക്ക് ചെന്നപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ തലവന്മാർക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ സ്വീകാര്യതയാണ് ഇമ്മാനുവൽ മാക്രോൺ കൊടുത്തത്. മാത്രമല്ല, അവിടെ AI ബന്ധപ്പെട്ട് വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തി. അതിൻ്റെ സഹ അധ്യക്ഷനാക്കി നരേന്ദ്രമോദിയെ. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു പോകാൻ പോകുമ്പോൾ പ്രോട്ടോക്കോൾ ലംഘിച്ചുകൊണ്ട് ഇമ്മാനുവൽ മാക്രോൺ എയർപോർട്ടിലെത്തി അദ്ദേഹത്തിന് വിഷ് ചെയ്യുന്നു, അടുത്ത് കെട്ടിപ്പിടിക്കുന്നു. എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്കപ്പുറത്തേക്ക് യൂറോപ്പിൽ നമുക്ക് നല്ലൊരു പാർട്ട്ണറെ, ഒരു ഫ്രണ്ടിനെ കിട്ടി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, അത് ഇപ്പോൾ അവിടെ നിന്ന് മോദി പോയിരിക്കുന്നത് അമേരിക്കയിലേക്കാണ്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വളരെ വ്യക്തമായൊരു സന്ദേശം അതിനകത്തൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നേരത്തെ സുനിജി പറഞ്ഞതുപോലെ ഇത് AI സമ്മിറ്റ് അവിടെ പാരീസിൽ നടന്ന AI സമ്മിറ്റ് അവിടെ കോച്ചെയർ ചെയ്തു ഇന്ത്യ. അതെ. മാത്രമല്ല, അതിനകത്ത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു അജണ്ട ഫിക്സ് ചെയ്തത്, ഇപ്പോൾ AI സമ്മിറ്റിനകത്ത് ഒട്ടേറെ കുറേ തീരുമാനങ്ങളൊക്കെ ഉണ്ടായി. അതിനകത്ത് സേഫ്റ്റി സംബന്ധിച്ചിട്ടുള്ളൊരു സംഗതിയൊക്കെ യഥാർത്ഥത്തിൽ ആ ഒരു ഏരിയയിലേക്ക് ആ സമ്മിറ്റ് പോയിട്ടില്ല. പക്ഷേ എങ്ങനെയായിരിക്കണം ഈ നിർമ്മിത ബുദ്ധി വിനിയോഗിക്കപ്പെടേണ്ടത്, നിർമ്മിത ബുദ്ധി വികസിക്കപ്പെടേണ്ടത്, എങ്ങനെയായിരിക്കണം വികസിപ്പിക്കേണ്ടത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ ഒരു ധാരണ ഈ ഉച്ചകോടിക്കകത്തുണ്ടായി. അത് ഫ്രാൻസിൻ്റെയും ഇന്ത്യയുടെയും ആ സമീപനം ഒന്ന് തന്നെയാണ്. രണ്ടുപേരും ഓപ്പൺ സോഴ്സിനെ അനുകൂലിക്കുന്നവരാണ്. അതേപോലെ മാക്രോൺ പറയുന്നുണ്ട് ഒന്നും നിരോധിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഡീപ് സീക്കും ചൈനയുടെ ഡീപ് സീക്കും അതേപോലെ തന്നെ ഓപ്പൺ എ ആണെങ്കിലും ഒന്നിനും തന്നെ നിരോധിക്കുന്ന ആവശ്യമില്ല. അതേ സമയത്ത് തന്നെ ഇത് ഓപ്പൺ സോഴ്സ് ആക്കിക്കൊണ്ട്. പക്ഷേ അമേരിക്കയിലെ ChatGPT ഓപ്പൺ AI ആണെങ്കിലും ഗൂഗിളിൻ്റെ ആണെങ്കിലും അതേപോലെ മെറ്റയുടെ ആണെങ്കിലും ഒന്നും തന്നെ അത് ഓപ്പൺ സോഴ്സസ് അല്ല. അപ്പോൾ അമേരിക്കയുടെ ഒരു നിലപാടിന് വളരെ ഘടകവിരുദ്ധമായ ഒരു നിലപാടാണ് പാരീസ് ഉച്ചകോടിയിൽ ഈ ലോക നേതാക്കളും അതോടൊപ്പം തന്നെ ടെക് ജയൻസിൻ്റെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അമേരിക്കയുടെ ഈ ഒന്നും കൂടെ എടുത്ത് അപ്പോൾ അമേരിക്കയുടെ ഒരു നിലപാടിന് ഘടകവിരുദ്ധമായ ഒരു നിലപാടാണ് നമ്മുടെ പാരീസ് ഉച്ചകോടിയിൽ ലോക നേതാക്കളും അതേപോലെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക് കമ്പനികളുടെ തലവന്മാരും തമ്മിൽ തീരുമാനിച്ചിരിക്കുന്ന സംഗതി. ഇതൊരു സുപ്രധാനമായൊരു, കാരണം അവിടെ നടന്നത് വെറും നിർമ്മിത ബുദ്ധിയുടെ ഉച്ചകോടിയല്ല നടന്നത്. ശരിക്കും അവിടെ നിർമ്മിത ബുദ്ധി ഉച്ചകോടിയാണ് നടന്നതെങ്കിലും അവിടെ ശരിക്കും സംഭവിച്ചുകൊണ്ടിരുന്നത് ഒരു ജിയോ പൊളിറ്റിക്സിൽ, ഭൗമരാഷ്ട്രീയത്തിൽ ഒരു മാറ്റത്തിൻ്റെ ഒരു ഘടനാപരമായ ഒരു രീതിയാണ് അവിടെ കണ്ടത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉർസുല വോൺ ലെയറിൻ്റെ നിലപാടുകളാണ്. ഉർസുല കഴിഞ്ഞ ദിവസം വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, അമേരിക്ക ഏത് നിലപാട് വ്യാപാരം സംബന്ധിച്ചെടുത്തു കഴിഞ്ഞാലും അതിനെ നേരിടാൻ യൂറോപ്യൻ യൂണിയൻ തയ്യാറാണെന്ന് പറഞ്ഞത്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ വളരെ ശക്തമായിട്ട്, അതിനകത്തുനിന്ന് UK ഇല്ല, യൂറോപ്യൻ യൂണിയൻ വളരെ ശക്തമായിട്ട് ട്രംപിനെ നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയൊരു ട്രേഡിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനാണ്. ആ യൂറോപ്യൻ യൂണിയൻ എന്തെല്ലാം നിലപാടുകളാണ്, പിന്നെ ഈ താരിഫ് തന്ത്രങ്ങളാണ് ട്രംപ് എടുക്കുന്നതെങ്കിലും അതിനെ നേരിടാൻ ശക്തമായിട്ട് ഓപ്പണായിട്ട് ഒരു പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഇങ്ങോട്ട് താരിഫ് കൂട്ടി അങ്ങോട്ടും താരിഫ് കൂട്ടി ഉള്ള പ്രതിരോധം ഉൾപ്പെടെ അല്ലേ? അത് ഉൾപ്പെടെ. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഒരുപാട് പിന്നെ ബലതന്ത്രങ്ങളുണ്ടല്ലോ. രാജ്യാന്തരമായിട്ട് മാറിമറിയുന്ന വ്യാപാരങ്ങൾ, ഇപ്പം കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിൽ ഇന്ന രാജ്യങ്ങളിലേക്ക് എങ്ങനെ വേണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികൾ ഇതിനകത്ത് ഇൻവോൾവാണ്. അതായത് അമേരിക്കയിലേക്ക് 450 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അതെ. അപ്പോൾ ഇത്തരം സംഗതികളെ അതിനെ ശക്തമായി നേരിടുമെന്ന് ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു യൂറോപ്യൻ യൂണിയൻ ഇങ്ങനെ അമേരിക്കയോട് ഒരു, കാരണം നാറ്റോ അംഗം കൂടിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനൊരു സ്ഥിതിയിൽ യൂറോപ്പിനെതിരെ ട്രംപ് ഉയർത്തിയ ശക്തമായൊരു ഭീഷണിയെ ഉയർത്തി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് യൂറോപ്യൻ യൂണിയൻ ഒന്നിക്കുകയും അത് ശരിക്കും പറഞ്ഞാൽ ഉച്ചകോടിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്തു. ഉച്ചകോടിയിൽ അതുകൊണ്ട് അതാണ് പറഞ്ഞത്, ഇത് കംപ്ലീറ്റ് AI സമ്മിറ്റാണ് നടന്നതെങ്കിലും
അതിനകത്ത് ആ അണ്ടർ കറൻസ് മുഴുവൻ ഈ ജിയോ പൊളിറ്റിക്സിൻ്റേതായിരുന്നു. അതിനകത്തുള്ള ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് UK-യും അമേരിക്കയും ഒപ്പിട്ടിട്ടില്ല. ഇല്ല. ക്ലീൻ എനർജി അത് അതിനകത്തായിരിക്കണം നിർമ്മിത ബുദ്ധി ഡാറ്റാ സെൻറ്ററിൽ പ്രവർത്തിക്കേണ്ടതെന്നുള്ളത് പൊതുസമ്മതം ഈ ഉച്ചകോടിയിലുണ്ടായി. പക്ഷേ ട്രംപിന് അതിനോട് താല്പര്യമില്ലല്ലോ. ട്രംപ് പിന്നെ ഓയിലും ഫോസിൽ ഫ്യൂലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തമായൊരു സംഗതി അവിടെ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കെതിരെ ഒരു ഉപരോധം ഏർപ്പെടുത്തിയാൽ പണ്ടത്തെ പോലെ യൂറോപ്യൻ യൂണിയൻ മുഴുവൻ, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയുടെ വാല് പിടിച്ച് നടക്കില്ല എന്നർത്ഥം. ആ ഒരു ലെവലിലേക്കാണ് പോകുന്നത്. കാര്യം പുതിയൊരു ലോകക്രമം ഉണ്ടാവുകയാണ്. നമ്മൾ പാരീസിൽ കണ്ടത് ഒരു ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പുതിയ ലോകക്രമത്തിൻ്റെ ചെറിയ ചെറിയ സൂചനകളാണ്, അതേസമയത്ത് പ്രബലമായ സൂചനകളുമാണ്. അപ്പോൾ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ ഒരു പ്രകടമായിട്ടുള്ള രീതികൾ. ഉദാഹരണത്തിന് മാർസേയിൽ, ഇപ്പോൾ മെഡിറ്ററേനിയൻ തുറമുഖമായ മാർസേയിൽ അവിടെ പുതിയ കോൺസുലേറ്റ് തുറന്നു. അത് ആണവ റിയാക്ടറിനെ കുറിച്ച്. ആണവ റിയാക്ടർ അത് മാത്രമല്ല, നമ്മുടെ അവിടെയാണ് ഏറ്റവും വലിയൊരു ഡീലിൻ്റെ പ്രശ്നം വരുന്നത്. അതായത് നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റിനകത്ത് ആണവ റിയാക്ടർ 2047 ആകുമ്പോഴത്തേക്ക് 100 ഗിഗാവാട്ട് ന്യൂക്ലിയർ എനർജി ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. അതിന് ഉപയോഗിക്കുന്നത് മുഴുവൻ ഈ സ്മാൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സാണ്. അപ്പോൾ ഈ സ്മാൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് മറ്റേ ട്രംപും മാക്രോണോടെ പോയി മാർസേലിൽ സന്ദർശനം നടത്തിയത്. മോദിയും മാക്രോണോടെ സന്ദർശനം നടത്തിയത്. അപ്പോൾ അതിനർത്ഥം അവിടെ നിന്ന് ഈ റിയാക്ടേഴ്സ്, ഈ സ്മാൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് പ്രൊക്യൂർ ചെയ്യുന്നത് ഫ്രാൻസിൽ നിന്നാണ്. ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ 5-6 വർഷത്തിനുള്ളിൽ തന്നെ ആ റിയാക്ടറുകൾ പ്രവർത്തിച്ചു തുടങ്ങും. അപ്പോൾ അത് 300 മെഗാവാട്ട് ആണ് ഒരു ചെറിയ റിയാക്ടറിൽ ഉണ്ടാകുന്ന സാധനം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു ട്രേഡ് ഡീൽ അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഡിഫൻസ് ആയുധങ്ങളും മറ്റ് പ്രതിരോധ ആയുധങ്ങളും മുഴുവൻ വാങ്ങുന്ന കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്രാൻസിനെയാണ്. അതെ, അവരുടെ പല യുദ്ധവിമാനങ്ങളുടെയും റാഫേൽ യുദ്ധവിമാനം 26 നമ്മൾ ഓർഡർ കൊടുത്തു. അതിൻ്റെയൊക്കെ റിപ്പയർസ്, അതിൻ്റെ റിപ്പയറും ടെക്നോളജി ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫ്രാൻസുമായിട്ട് ബന്ധം വേണം. അപ്പോൾ ഇങ്ങനെ ഡിഫൻസിൻ്റെ മേഖലയിലാണെങ്കിലും ഈ വ്യാപാരത്തിൻ്റെ മേഖലയിലാണെങ്കിലും ഈ ന്യൂക്ലിയർ റിയാക്ടർ ഡീലിലാണെങ്കിലും ഒക്കെ ഒരു വളരെ ശക്തമായ വ്യാപാര ബന്ധം ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഓപ്പൺ സോഴ്സിൽ ഇപ്പോൾ ഇന്ത്യ സ്വന്തമായിട്ട് AI മോഡൽ 10 മാസത്തിനകം ഡെവലപ്പ് ചെയ്യും. പിന്നെ അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ വേറെ ഇതുവരെ ലോകത്തെങ്ങും തുടങ്ങിയിട്ടില്ലാത്ത രീതിയിലാണ് ഇന്ത്യ കോമൺ കമ്പ്യൂട്ട് ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്തത്. അത് തുറന്നിടാൻ പോകുന്ന സാധ്യതകൾ അനന്തമാണ്. കാരണം ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന സംഗതിയാണ്. മറിച്ച് ഇപ്പം അമേരിക്കയിലുള്ള ഈ ടെക് കമ്പനികളുടെയൊക്കെ ആണെങ്കിൽ അവർക്ക് മാത്രം എക്സ്ക്ലൂസീവായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഓപ്പൺ സോഴ്സും ഇന്ത്യയുടെ കോമൺ കമ്പ്യൂട്ട് ഫെസിലിറ്റിയും ഇതൊക്കെ വെച്ചിട്ട് ഇന്ത്യ AI രംഗത്ത്, ഈ നിർമ്മിത ബുദ്ധി രംഗത്ത് മാത്രമല്ല ഡീപ് സീക്കിലൂടെ അത് നമുക്ക് തെളിഞ്ഞു. അതെ, വളരെ ചെറിയ ചിലവിൽ നിന്ന് നമുക്ക് സാധ്യമാകുന്നു. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഫ്രാൻസുമായിട്ട് ചേർന്നുകൊണ്ട് ഈ ഒരു പുതിയൊരു ബന്ധം അല്ലെങ്കിൽ പുതിയൊരു ചേരി എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു പരിധിവരെ പറയാവുന്ന രീതിയിൽ. കാരണം ഓൾറെഡി അമേരിക്കയുമായിട്ട് ഈ ഫ്രാൻസിനുള്ള ബന്ധത്തിൽ ചില വിള്ളലുകളുണ്ട് താനും. തീർച്ചയായിട്ടും EUമായിട്ട് ബന്ധമല്ലോ. അപ്പോൾ EU ഇപ്പം ഈ ഉർസുല വളരെ വ്യക്തമായിട്ട് ഓപ്പണായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ട്രംപിനെ നേരിടുമെന്ന് പറഞ്ഞു. ഫ്രാൻസും EU അംഗമാണല്ലോ. അതെ. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ആ ഭൗമരാഷ്ട്രീയത്തിൻ്റെ ഒരു അന്തർധാരയാണ് അവിടെ നടന്നത് മുഴുവൻ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ അമേരിക്കയും UK-യും ഒപ്പിടാതിരുന്നതും, അതേപോലെ തന്നെ ഇപ്പോൾ ഓഫ് കോഴ്സ് അതിനകത്തുള്ള ഈ പറഞ്ഞതുപോലെ അത് ഈ നിർമ്മിത ബുദ്ധി ഇപ്പം നിയന്ത്രിക്കുന്നത് ശരിയല്ല. അത് ഒരു പരിധിവരെ ശരിയുമാണ്. കാരണം അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. നിർമ്മിത ബുദ്ധി അതിൻ്റെ ആ പ്രാരംഭഘട്ടത്തിലാണ്. അതുപോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇപ്പോൾ EU ചില റെഗുലേഷൻസ് കൊണ്ടുവന്നു. ആ റെഗുലേഷൻസ് അയവ് വരുത്താനായിട്ട് ഇതിൽ തീരുമാനമായി. കാരണം ഇതിൻ്റെ ഈ കുതിച്ചുചാട്ടത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഇതിനെ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഇന്നൊവേഷൻസിനെ ബാധിക്കും. ആ ഇന്നൊവേഷൻസിനെ ബാധിക്കുമ്പോഴത്തേക്ക് നിർമ്മിത ബുദ്ധി സ്വാഭാവികമായിട്ടും ഇത് ഭയങ്കരമായ മത്സരം വരികയാണ്. ഇപ്പോൾ അമേരിക്കയും മറ്റ് രാജ്യങ്ങളും ഒക്കെ ആയിട്ട് ചൈന ഒക്കെ ആയിട്ട് മത്സരം വരികയാണ്. ഈ മത്സരം നടക്കുന്ന സമയത്ത് ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിർമ്മിത ബുദ്ധിയിൽ നടക്കുന്ന പരീക്ഷണങ്ങളും ഇന്നൊവേഷൻസിനെയും തടസ്സപ്പെടുത്തും. അതുകൊണ്ടാണ് ഈ പാരീസ് സമ്മിറ്റ്
തീരുമാനിച്ചത് EU തയ്യാറാക്കിയിട്ടുള്ള റെഗുലേഷൻസിൽ മാറ്റം വരുത്താൻ. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ ഭൗമരാഷ്ട്രീയത്തെയാണ് സൂചിപ്പിക്കുന്ന സാധനം. കാരണം ഈ അടുത്ത പുതിയ ലോകക്രമത്തെയാണെങ്കിലും ഭൗമരാഷ്ട്രീയത്തെയാണെങ്കിലും നിശ്ചയിക്കുന്നതും നിർണ്ണയിക്കുന്നതും ഈ നിർമ്മിത ബുദ്ധിയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഈ സാങ്കേതിക വിദ്യയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള മാറ്റങ്ങളായിരിക്കും. അതെ. അപ്പോൾ അതാണ് ഇപ്പം പാരീസിൽ നടന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയും ഫ്രാൻസും കൂടെ കുറേയും കൂടെ ദൃഢമായ രീതിയിൽ ബന്ധം സ്ഥാപിച്ചു എന്നുള്ളത് തന്നെയാണ് സംഗതി. അപ്പോൾ സൈനിക മേഖലയിലായിക്കോട്ടെ, അതുപോലെ തന്നെ പ്രതിരോധ മേഖലയിലായിക്കോട്ടെ, ഒപ്പം ഈ സാങ്കേതിക മേഖലയിലായിക്കോട്ടെ, അല്ലെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ കാലത്ത് ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ ഒരു വലിയ സഖ്യം രൂപപ്പെടുന്നു എന്നാണ് മനസ്സിലായത്. അതായത് അമേരിക്ക നമ്മളെ വെല്ലുവിളിച്ചാൽ നമ്മൾ ഫ്രാൻസുമായിട്ട് ചേർന്ന് പുതിയ നീക്കങ്ങളൊക്കെ നടത്താം. അതിന് മാത്രമുള്ള കപ്പാസിറ്റി ഉണ്ട്. ലോകത്തെ 2 വൻ ശക്തികളാണെന്ന് മാക്രോൺ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു. മാത്രമല്ല മോദി ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു തലത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറയുന്നത്, ഈ ഒരു നിർമ്മിത ബുദ്ധിയുടെ ഉച്ചകോടിയാണെങ്കിലും നടന്നത് മുഴുവൻ ഈ അന്തർധാരയിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണുന്നത് മുഴുവൻ ഈ മാറുന്ന ഭൗമരാഷ്ട്രീയമാണ് കാണുന്നത്.